മച്ചന്മാരെ, വീണ്ടും ഒരു ക്ലീനിങ് വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് ഒരു പുതിയ ഫ്ലാറ്റാണ് കേട്ടോ. ഫ്ലാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൂമെല്ലാം ക്ലിയർ ആയിട്ട് ചെയ്തതാണ്, പെയിൻറ്റൊക്കെ അടിച്ച് റെഡിയാക്കി എടുത്തൊരു ഫ്ലാറ്റാണ്. ഇതിൻ്റെ അകത്തെ പ്രശ്നം എന്ന് പറയാനായിട്ട് ഇത് കണ്ടോ, ഈ പെയിൻറ്റാണ്. ഇവർ ഈ പെയിൻറ്റിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പെയിൻറ്റർമാർ ഈ കട്ടളപ്പടിയിലും ബാക്കിയുള്ളിടത്തുമൊക്കെ കയറി പറ്റുന്ന ബ്രഷ് തട്ടുന്നത് ഇതൊന്നും തുടച്ച് കളയില്ല, ഇതവിടെ വെച്ചിരിക്കും. ഇത് തുടച്ച് കളഞ്ഞാൽ അത് അപ്പം തീരാനുള്ള പ്രശ്നമേ ഉള്ളൂ. ഇത് പിന്നീട് ഇത് ഉണങ്ങിക്കഴിയുമ്പോൾ ഈ എമർഷനൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഇത് നമ്മളിത് തുടച്ചെടുത്ത് കളയുന്ന വലിയ പാടാണ്. ഈ പുട്ടിയും ഇതൊക്കെ ആയി കഴിയുമ്പോഴത്തേക്കും അത് പിന്നെ ടിന്നറും അതുപോലെയുള്ളതൊക്കെ ഉപയോഗിക്കുമ്പോഴത്തേക്കും അതിൻ്റേതായ ഡാമേജ് ബാക്കിയുള്ള പെയിൻറ്റുകൾക്ക് പറ്റും, ഇനാമിൽ പെയിൻറ്റുകൾക്കും പോളിഷിനൊക്കെ പറ്റും. ഇതപ്പോഴും തുടച്ച് കഴിഞ്ഞാൽ അത് തീരാനുള്ള പ്രശ്നമുള്ളൂ. നമ്മളും പെയിൻറ്റിങ്ങൊക്കെ എടുത്ത് ചെയ്യുന്നതാണ്, പക്ഷെ നമ്മളൊന്നും ഇങ്ങനെയൊന്നും ചെയ്യാറില്ല. ഇതൊക്കെ ഈ അല്പ ശ്രദ്ധക്കുറവിൻ്റെയാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. അതുപോലെ തന്നെ കബോർഡുകളിൽ ഇൻഡു മാർക്കുകൾ, ഈ പശ എന്നൊക്കെ പറഞ്ഞാൽ അത് തേച്ച് കഴിഞ്ഞാൽ അത് അപ്പോൾ ബാക്കി ബാലൻസ് ഈ കയറി പറ്റിയിരിക്കുന്നതൊക്കെ അങ്ങ് തുടച്ച് കളഞ്ഞേക്കണം. ഇത് ഈ വെച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ അത് പിന്നെ അവിടെ ഇരുന്ന് സെറ്റായി പിന്നീട് വരുന്നവർക്ക് ഇത് എട്ടിൻ്റെ പണിയാണ്. ബാത്റൂം കണ്ടു, ഇതിങ്ങാണ്ട് പെയിൻറ്റിങ് കഴിഞ്ഞിട്ട് ഈ ബക്കറ്റൊക്കെ കഴുകി ഒഴിച്ചതിൻ്റെ ലക്ഷണമാണ് ഈ കാണുന്നതൊക്കെ. പിന്നെ കുറച്ച് പൊടികൾ മുകളിൽ നിന്ന് വീണിട്ടുണ്ട്. ഈ ബാത്റൂമിൻ്റെ ടോപ്പ് സീലിംഗ് ചെയ്തപ്പോൾ ഇതിൻ്റെ പൊടികളൊക്കെ ഉണ്ട്. ഒക്കെ കണ്ടോ, പെയിൻറ്റ് തുള്ളികളാണ് ആ കാണുന്നത് എല്ലാം ഗ്ലാസ്സിലൊക്കെ. അതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്തെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലത്തെ കാര്യമല്ല, ഇച്ചിരി പണിയുണ്ട്. തറയൊന്നും വലിയ കുഴപ്പമൊന്നുമില്ല, ഫ്ലോറൊക്കെ ക്ലിയർ ചെയ്തെടുക്കാനുള്ളതേ ഉള്ളൂ. ഇതെല്ലാം അകത്തെല്ലാം പശകളാണ് ഇതിൻ്റെ എല്ലാം. അതൊക്കെയാണ് നമുക്ക് ഈ താമസം വരുന്നതും ഈ പൈസ കൂടി വരുന്നതും. മച്ചാമാരെ, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം.